ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, യുദ്ധം എന്ന് പറയുന്ന സാധനം നമുക്ക് പുറമേ നിന്ന് കാണാനും ആർപ്പ് വിളിക്കാനും ഒക്കെ വളരെ രസകരമായിരിക്കും. എന്നാൽ ഈ യുദ്ധം വരുമ്പോൾ അതിന്റെ അത്യാഹിതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് നമ്മൾ ഈ യുദ്ധത്തിന്റെ വാർത്തകൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്നതാണ്. പല ആൾക്കാരും നമ്മൾ യുദ്ധത്തിന്റെ വാർത്തകളൊക്കെ എടുത്തു തുടങ്ങുമ്പോൾ, അതായത് ഇവിടെ പടയൊരുക്കം നടക്കുന്നു, അവിടെ പടയൊരുക്കം നടക്കുന്നു, പിന്നെ ഇന്ന സംസാരങ്ങളായി, ഇവിടെ നിന്ന് സൈന്യം അങ്ങോട്ട് നീങ്ങി തുടങ്ങി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മുടെ ജോലി അതാണ്, നമ്മുടെ ജേർണലിസ്റ്റുകളാണ്, നമുക്ക് ആ വാർത്തകൾ കൊടുത്തേ പറ്റൂ. ഇപ്പൊ സുനാമി അടിച്ച് ഇങ്ങോട്ട് വന്നാലും നമുക്ക് അങ്ങോട്ട് ഓടിയേ പറ്റത്തുള്ളൂ. സുനാമിക്ക് നേരെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ആരും നമ്മളെ തടയില്ല, ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഒഴിപ്പിക്കും. അതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് തുടങ്ങുന്നില്ലല്ലോ, ഈ തിരിച്ചടി എപ്പോഴും ഉണ്ടാകും, തേങ്ങ ഉടക്കി സ്വാമി എന്നൊക്കെ പറഞ്ഞ വലിയ രീതി. അപ്പോഴും നമ്മൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് തുടങ്ങാതിരിക്കട്ടെ, കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വലിയ എഫക്ട് നമുക്കും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അതിന്റെ എഫക്ട് നമ്മളെ ഇന്ത്യ അനുഭവിക്കാൻ പോവുകയാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ വെച്ച് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. കേന്ദ്രത്തിനോട് പറയുന്നത്, പെട്രോളിന്റെയും പെട്രോളിയം പ്രോഡക്ട്സിന്റെയും വില കൂട്ടാതെ ഒരു നിവൃത്തിയില്ല, നിങ്ങളത് കാര്യമായി പരിഗണിക്കണം എന്നാണ്. കാരണം ഗ്യാസ് പ്രതിസന്ധി വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്കൊരു ഡൗട്ട് ഉണ്ട് ചോദിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ആ വാർത്ത ക്രോസ് ചെക്ക് ചെയ്തില്ലെങ്കിൽ ബിജു ചേട്ടൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, റഷ്യ നമുക്ക് എണ്ണ തരുന്നുണ്ട്. ആ എണ്ണ ഇപ്പോൾ ആ എണ്ണയ്ക്ക് വില കൂട്ടി. ട്രംപ് ഇപ്പോൾ എണ്ണ മേടിച്ചോ എന്ന് പറഞ്ഞ ശേഷം റഷ്യ നമ്മുടെ എണ്ണയ്ക്ക് വില കൂട്ടിയിട്ടുണ്ട്. ഇതാണോ നരേന്ദ്രമോദിയുടെ നയതന്ത്രം എന്ന് പറഞ്ഞ് കുറെ എണ്ണ സോഷ്യൽ മീഡിയ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. അതിന്റെ ഒരു സത്യാവസ്ഥ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചില്ലെങ്കിൽ ഇവർ പറയും ട്രംപിനെ പേടിച്ചിട്ടാണ്. എങ്കിൽ പിന്നെ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചേക്കാം, കുട്ടിയല്ലേ നമുക്ക് വിൽക്കുന്നത് എന്നുള്ള നിലവിളിയാണ് ഇപ്പുറത്ത്. അപ്പൊ അതുകൂടെ എനിക്കൊന്ന് ക്ലാരിഫൈ കിട്ടണം. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഈ ട്രംപ് പുടിനുമായിട്ടൊരു ടെലിഫോൺ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അത് മാത്രമല്ല, ഈ യുദ്ധം ഉടനെ അവസാനിപ്പിക്കും, ഞാനത് അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നതിനിടെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ ഷെയ്ബ എന്ന് പറയുന്ന ഓയിൽ ഫീൽഡിലേക്ക് സൗദിയുടെ 2 മിസൈലുകൾ, 9 ഡ്രോണുകൾ തൊടുത്തുവിട്ടിരുന്നു. തുർക്കിയിലേക്ക് അറ്റാക്ക് നടക്കുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയ വന്ന് പറയുന്നു, UAE-യിലേക്ക് ഞങ്ങൾ മിസൈലുകൾ തരാൻ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും ഈ GCC രാജ്യങ്ങൾക്ക് പുറമെയുള്ള രാജ്യങ്ങൾ വന്ന് ഈ യുദ്ധത്തിൽ പങ്കുചേരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തുർക്കിയിലേക്ക് ഒരു വലിയ ആക്രമണം നടത്താൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയുള്ള വാർത്തകൾ വരുന്നു. ഇപ്പോ ട്രംപിന്റെ ഈ പ്രസ്താവന, യുദ്ധം നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ പ്രസ്താവനയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞത് ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ നിയന്ത്രിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇറാൻ വന്ന് ട്രംപിന് ശക്തമായിട്ടുള്ളൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പുടിനാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. പുടിൻ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, എന്നിട്ട് ഇറാന്റെ പുറകിൽ നിന്ന് ശക്തമായിട്ടുള്ള പിന്തുണ ഇറാന് കൊടുക്കുന്നത് കൊണ്ട് ഇറാൻ ഉടനെ ഒന്നും തകരില്ല എന്ന് ട്രംപിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് സത്യമാണോ? യുദ്ധം എപ്പോൾ തീരും? അത് മാത്രം പറഞ്ഞാൽ മതി, കാരണം ഇന്ത്യയിൽ പെട്രോളിന് വില കൂടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ പിച്ചുമ്പയും പറഞ്ഞതൊക്കെ ട്രംപ് ആദ്യം വന്ന് പറയുന്നു, ഉടൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ്, ഇറാൻ തകർന്നു തരിപ്പണമായി, ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാം നേടിയെടുത്തു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം അദ്ദേഹം തന്റെ പാർട്ടി പ്രവർത്തകരുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അതിൽ വെച്ച് അദ്ദേഹം പാർട്ടി പ്രവർത്തകരോട് പറയുന്നു, ഇനിയും ആഴ്ചകളോളം ഈ യുദ്ധം നീളും, വിജയം കാണാതെ നമ്മൾ പിന്മാറത്തില്ലെന്ന് പറയുന്നു. അപ്പൊ ഒരേ സമയത്ത് തന്നെ 2 അഭിപ്രായം പുള്ളി പറയുന്നു. അതിനുശേഷം അതിനു മുൻപ് ശ്രീമാൻ പുടിനുമായി അദ്ദേഹം സംസാരിക്കുന്നു. 1 മണിക്കൂറോളം നീണ്ടുന്ന സംസാരം. അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യം, റഷ്യ ഉക്രൈൻ യുദ്ധമൊന്നും തീരില്ല, അത് നീണ്ടുപോകുന്നൊരു സംഭവം തന്നെയാണ്, പക്ഷെ ഇതിപ്പോ തീരുമെന്ന് പറയുന്നു. അതിനുശേഷം ട്രംപ് പറയുന്നു, ഹോർമുസ് കടലിടുക്കിന്റെ മുഴുവൻ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന് പറയും. ഇതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഒരു വലിയ പ്രസ്താവന രംഗത്തെത്തി. ഇറാന്റെ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് കോർപ്സ് ഒരു പ്രസ്താവന രംഗത്തെത്തി. അവർ പറയുന്നത്, അമേരിക്കൻ അംബാസഡർമാരെ പുറത്താക്കുന്ന അറബ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ യഥേഷ്ടം സഞ്ചരിക്കാം, ഒരു കുഴപ്പമില്ല. ഒപ്പം തന്നെ അമേരിക്കയ്ക്കും സഖ്യേഷ്യയുടെ കപ്പൽ പേർഷ്യൻ കടലിൽ എത്തിയാൽ പോലും ഞങ്ങൾക്ക് സുരക്ഷാ ഫീസ് നൽകേണ്ടി വരും എന്ന് പറയുന്നു. അതായത് ഞങ്ങൾ കപ്പം പിരിക്കാൻ തീരുമാനിച്ചു എന്ന് പറയും. ഇതോടെ കഴിഞ്ഞപ്പോഴത്തേനും ട്രംപിന്റെ അടുത്ത മറുപടി എത്തുന്നു, 20 മടങ്ങ് പ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ച് നിങ്ങളെ അടിക്കും എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, പല വിദഗ്ധരും പിന്നെ പറയുന്നത്, ഈ ഓഹരി വിപണി ഇന്നലെ ഇടിഞ്ഞിരുന്നു, പ്രത്യേകിച്ച് ഓയിൽ ഓഹരികളുടെ ഒക്കെ വിപണി. ട്രംപിന് ഏറ്റവും കൂടുതൽ ഓഹരി ഉള്ളതും ഈ ഓയിൽ ഓഹരികളാണ്. ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കയറ്റുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യം. കയറ്റണമെങ്കിൽ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കയറ്റുക എന്നുള്ളൊരു തന്ത്രമാണ് പുള്ളി എടുത്തതെന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ അടിക്കാനൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു. പക്ഷെ ഇറാന്റെ ലക്ഷ്യം വേറൊന്നാണ്. ഇറാന്റെ ലക്ഷ്യം, ലോകത്ത് ഇപ്പോൾ ഒരു എണ്ണ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ എണ്ണ പ്രതിസന്ധി കുറച്ചുകൂടി രൂക്ഷമാക്കുക എന്നുള്ളതാണ് ഇറാൻ ലക്ഷ്യമാക്കുന്നത്. കാരണം എല്ലാവരും ഒരു പ്രതിസന്ധിയിൽ പെടുത്തുക എന്നുള്ളതാണ്. ഇതിനിടയിൽ വ്ളാഡിമിർ പുടിൻ പറയുന്നു, ലോകത്തിന് മുഴുവൻ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഞങ്ങൾ ഈ എണ്ണ കൊടുക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു.
ഒപ്പം തന്നെ ട്രംപ് പറയുന്നു ഉപരോധമുള്ള രാജ്യങ്ങളിലേക്ക് ഉപരോധം ഞാനിപ്പോൾ പിൻവലിക്കാൻ പോവുകയാണ്, എണ്ണയുള്ള രാജ്യങ്ങളിലേക്ക് റഷ്യയുടെയൊക്കെ പിൻവലിക്കാൻ പോവുകയാണ് എന്ന് ട്രംപും പറയുന്നു. അങ്ങനെ 24 മണിക്കൂറിനകം വിചിത്രമായ ചില കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, ഈ യുദ്ധം ഒരു ബിസിനസ് യുദ്ധമായി മാറുകയാണ്, വെറും സാമ്പത്തിക യുദ്ധം തന്നെയായി മാറുക. എന്നാലും ഇറാനിൽ ഈ അടുത്ത സമയത്തൊന്നും ഭരണമാറ്റം ഉണ്ടായില്ല. നമ്മൾ തുടക്കം മുതലേ പറയുന്നത്, ഇന്നലെ മുതല് ഇറാനില് ആയിരക്കണക്കിന് പേർ ഈ പുതിയ പിൻഗാമി, ഖമേനിയുടെ പിൻഗാമി തജിബ ഖമേനിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആയിരങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ തടിച്ചുകൂടുന്നു, പ്രകടനം നടത്തുന്നതൊക്കെ. അതിൽ നിന്ന് ഈ കുർദുകൾ വേണ്ട മുസ്തഫ, അപ്പൊ ഈ കുർദുകൾ വേണ്ട രീതിയിൽ ആക്ട് ചെയ്തില്ല, അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായില്ല, പുതിയ ഭരണകൂടം മുമ്പോട്ട് പോകുന്നു, ജനം അവർക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്നു. അപ്പൊ ആ ഒരു പരിപാടി ഈ അടുത്ത കാലത്ത് നടക്കത്തില്ല, നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. അതിനകത്ത് ഇസ്രയേലിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് അതിൽ വിഷമമുള്ള കാര്യമൊന്നുമല്ല, കാരണം അവരവരുടെ ലക്ഷ്യം ഏതാണ്ടൊക്കെ അവിടെ താറുമാറാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക്. പക്ഷെ അമേരിക്ക ചെന്ന് ചാടിക്കൊടുത്തെടുത്ത് തിരിച്ചു കയറാൻ വയ്യാത്ത അവസ്ഥ, ഇനി എവിടെയെങ്കിലും എടുത്ത് ഫിനിഷ് ചെയ്തിട്ടില്ല നിൽക്കാൻ പറ്റും. ഇതിന്റെ പ്രത്യാഘാതം ഇപ്പോൾ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ അഭിമുഖീകരിച്ചു തുടങ്ങി. പാകിസ്ഥാൻ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. സ്കൂളുകൾ, കോളേജൊക്കെ അടച്ചിട്ട് കഴിഞ്ഞു, 2 ആഴ്ചത്തേക്കാണ് അവധി. അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ 2 മാസത്തേക്ക് അടച്ചിടുന്നു. അവിടെ ആംബുലൻസും ബസ്സും ഒഴിച്ച് ബാക്കി ഒന്നിനും പെട്രോളും ഡീസലും ഒന്നും നൽകുന്നില്ല എന്ന് പറയുന്നു കഴിഞ്ഞിരിക്കുന്നു. 60% വാഹനങ്ങളും പ്രവർത്തനരഹിതമാക്കണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ അടച്ചുപൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയിലേക്ക് വന്നാൽ നമ്മളും അതിന്റെ പ്രത്യേകത അനുഭവിക്കുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്തിരുന്ന രാജ്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഖത്തർ പോലെയുള്ള രാജ്യങ്ങളാണ് നമുക്ക് ഗ്യാസ്, നമുക്ക് വാതകമൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അവരവരുടെ ഗ്യാസ് പ്ലാന്റുകളൊക്കെ പൂട്ടിയ വാർത്ത 3-4 ദിവസം മുമ്പ് എല്ലാ മാധ്യമങ്ങളും നൽകിയിരുന്നതാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ഇല്ല. എണ്ണയും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് പ്രൊഡക്ഷൻ നിർത്തിവെക്കുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിന് കാരണം ഹോർമുസ് കടലിടുക്കിൽ ഏതാണ്ട് 2 കോടി ബാരൽ ക്രൂഡ് ഓയിൽ എല്ലാവരുടെയും പെട്ട് കിടക്കുകയാണ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അപ്പൊ ഇനി അവർ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് പുറത്തോട്ട് പോയ ഒരു ഓപ്ഷൻ ഇല്ല. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കാനായി ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉള്ള കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ റഷ്യയുമായിട്ട് ഗ്യാസിനുള്ളൊരു കരാറും ഒപ്പുവെച്ചു. 50% ഗ്യാസ് ഇപ്പോൾ റഷ്യയുടെ നിന്ന് വാങ്ങാമെന്നുള്ളത്. ഇത് എത്തുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഓർഡർ കൊടുത്താൽ നാളെ എത്തില്ല, പകരം അതിനൊരു ടൈമുണ്ട്, കുറഞ്ഞത് ഒരു 3 ആഴ്ച 1 മാസമൊക്കെ എടുക്കും. അപ്പൊ ആ ഒരു സമയത്തേക്ക് നമുക്കൊരു പ്രതിസന്ധി ഉടലെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്, അത് യാതൊരു ഡൗട്ടുമുള്ള കാര്യമൊന്നുമല്ല. വില കൂട്ടുന്നതായി തന്നെ വരും. വില കൂട്ടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വില കൂടുമ്പോൾ അതിനുള്ള ഉപയോഗം കുറയുകയും ചെയ്യും. അതും കൂടെ ഇതിനകത്തൊരു ഭാഗം കൂടെയാണ്. അതായത് 100 രൂപയുടെ സാധനം 150 ആകും എന്ന് പറയുമ്പോൾ ഈ അനാവശ്യമായിട്ട് ഒരുപാട് പേര് ഇത് വാങ്ങി വെക്കുന്ന അതിൽ നിന്ന് കുറച്ച് പേര് പിന്മാറും. അതുകൂടെ നമ്മൾ ഇതിനകത്ത് ലക്ഷ്യം വെക്കുന്നുണ്ട്. ഏതായാലും വില കൂടാൻ എല്ലാവിധ സാധ്യതകളും നിലനിൽക്കുന്നു. ഇനി ധനുഷ് ആദ്യം ഒന്ന് ചോദിച്ച ചോദ്യത്തിലേക്ക്, റഷ്യയുടെ എണ്ണയുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല, പകരം ഡിസ്കൗണ്ട് എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് അതിന്റെ വാർത്ത. അതായത് നമുക്ക് 5 മുതൽ 8% വരെ ഡിസ്കൗണ്ട് ആയിരുന്നു നേരത്തെ തന്നിരുന്നെങ്കിൽ ഇപ്പോൾ റഷ്യ ആ ഡിസ്കൗണ്ട് തരുന്നില്ല. ഡിസ്കൗണ്ട് ഇല്ലാതെയാണ് ഇപ്പോൾ എണ്ണ തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ എണ്ണയ്ക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ അമേരിക്ക ഉപരോധം കൂടി അവരുടെ നീക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. റോസ് നിഫ്റ്റിന്റെയും ലൂക്കോയിലിന്റെ ഉപരോധം നീക്കും. അമേരിക്ക ഉപരോധം കൂടി നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മിക്കതും വെച്ചുപിടിക്കും റഷ്യയിലേക്ക്. അപ്പൊ പിന്നെ അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്ത് ഒരു രാജ്യത്തെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. അതൊരു ലോജിക്കാണ്, ഒരു ബിസിനസ്സുകാരുടെ ലോജിക്കാണ്. അല്ലാതെ അത് മോദിയാണോ പുട്ടിനാണോ സുഹൃത്തുക്കളാണോ എന്നുള്ളതല്ല. 10 പൈസ റഷ്യക്ക് കിട്ടുന്ന സമയമാണിത്, അതുകൊണ്ട് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാ രാജ്യങ്ങളും റഷ്യക്ക് വേണ്ടി എണ്ണയുടെ മുമ്പ് ചെല്ലുമ്പോഴത്തേനും അവിടെ അങ്ങനെയാണ് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ കഴിയുന്നത്. അപ്പൊ ആ ഡിസ്കൗണ്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്, വില കൂട്ടിയിട്ടില്ല. ഇതാണ് ഇപ്പോൾ റഷ്യയുടെ കൂടെ എണ്ണ വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഇടുന്നവനൊക്കെ പെട്രോൾ അടിക്കുമ്പം കേരളത്തിൽ ഒരു 150 രൂപയായി, മറ്റു സംസ്ഥാനങ്ങളിൽ ഒരു 140 രൂപയും കൊടുക്കേണ്ടി വരുമായിരുന്നു. നിലവിൽ അങ്ങനത്തെ സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആ ഒരു കമന്റിന് തന്നെ പ്രസക്തിയില്ല. അപ്പോ ഇതാണ് നമ്മുടെ നിലവിലത്തെ ഒരു കണ്ടീഷൻ. അപ്പൊ ഇത് ലോകരാജ്യങ്ങളെ പതുക്കെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ട കാര്യം, സിംഗപ്പൂരിലും UAE-യിലും അടക്കമുള്ള ഈ ഡാറ്റാബേസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നു. ആമസോൺ പോലെയുള്ള വലിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരികയാണ്. കാരണം കൊച്ചി അടക്കം ഉള്ള സ്ഥലങ്ങളിൽ അവർ കുറച്ചുകൂടെ സേഫാണ്. കൊച്ചി, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അവരുടെ ഓഫീസുകൾ മാറ്റുന്നു എന്നുള്ളൊരു വലിയ വാർത്ത തന്നെ വരുന്നു. ന്യൂസിന്റെ മലയാളം ആ വാർത്ത നൽകിയിട്ടുണ്ട്, വരുന്നു എന്ന് കേൾക്കുന്നു. അതായത് അവിടെ നിന്നുള്ള കമ്പനികൾ പതുക്കെ, ഇറാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. മിഡിൽ ഈസ്റ്റ് ഉടനീളം ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, അവരുടെയൊക്കെ കച്ചവടം പൊട്ടിക്കുക, എല്ലാവരെയും കൂടെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുക. കാരണം ജീവിതത്തിൽ ഇനി ഒരു യുദ്ധം പറഞ്ഞവർ വരരുത് എന്നുള്ള രീതിയിലേക്ക് മാറുക. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, നടപ്പായിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇത് എവിടെ ചെന്ന്, കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ ഈ യുദ്ധം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അതായത് വലിയ അടിയുടെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനിയുള്ളത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകളും ഡ്രോണും വിട്ട് ഇതിങ്ങനെ അരക്ഷിതാവസ്ഥ, അതായത് ഇങ്ങനെ ഈ
സുരക്ഷിതമല്ലാത്ത ഒരു മേഖലയാക്കി ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ ഗസയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് വലിയ അടിയില്ല, പകരം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊരു മിസൈല്, തിരിച്ച് ഇങ്ങോട്ടൊരു മിസൈല്, അങ്ങനെ ശാന്തമായ ഒരാഴ്ച പോകുന്നു, ഒരു ദിവസം രാത്രി വീണ്ടും മിസൈല്. ഇങ്ങനെ അരക്ഷിതാവസ്ഥയും സുരക്ഷിതമില്ലാത്ത രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമമാണ് ഇറാൻ നടത്തുന്നത്. ഒപ്പം തന്നെ ലോകത്തെ മുഴുവൻ ഒരു എണ്ണ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഇവിടെ നമ്മൾ തുടക്കം മുതലേ പറയുന്ന കാര്യമുണ്ട്, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ട GCC രാജ്യങ്ങൾ തന്നെയാണ്. പുറത്തു നിന്നുള്ള ഒരാൾക്ക് പോലും ഇതിനകത്ത് റോളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ ഇന്നലെ UAE ഭരണാധികാരി UAE അംബാസഡർ ഇന്നലെ പറഞ്ഞൊരു ഡയലോഗ്, നരേന്ദ്രമോദി വിചാരിച്ചാൽ യുദ്ധം തീർക്കാൻ കഴിയും, കാരണം ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ടും നല്ല ബന്ധമുള്ള ആളാണ്, ഒരു കോള് മതി യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറയുകയുണ്ടായി അറിയുന്നുള്ളത്. പക്ഷെ അതിനകത്തൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഓക്കെ ഇസ്രായേലും ഇറാനും ആണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ഇടപെടാൻ കഴിയുമായിരിക്കും. പക്ഷെ ട്രംപ് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യക്ക് ഇടപെടാൻ കഴിയുന്നത്? എല്ലാം ട്രംപിന്റെ തലവഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയാണല്ലോ. അദ്ദേഹമാണ് എല്ലാം നിശ്ചയിക്കുകയും നടപ്പാക്കുകയും ചെയ്യും. അപ്പൊ അതൊരിക്കലും അസാധ്യമായ ഒരു കാര്യമാണ്. ഇവിടെ ഈ GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ, ഒമാൻ ഏകദേശം യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു താല്പര്യമുള്ള രാജ്യമാണ്, ഇറാനുമായിട്ട് മധ്യസ്ഥ വഹിക്കാൻ തയ്യാറുള്ള രാജ്യമാണ്. ഇവിടെ ഇവരെല്ലാവരും കൂടെ ട്രംപിനെ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ 2 ട്രില്യൺ ബിസിനസ് ഒക്കെ അമേരിക്കയുടെ കിടപ്പുണ്ട്, അതിനെയും ബാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ പൊളിച്ചടുങ്ങിയില്ലേ, ഇനിയിപ്പോ നമുക്ക് യുദ്ധം തീർക്കാം, ഇല്ലെങ്കിൽ മൊത്തത്തിൽ കുളവായി പോകും എന്ന് പറഞ്ഞ് അതിന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ യുദ്ധം അവസാനിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് ട്രംപ് എന്നൊരു വ്യക്തിയെ മാത്രമാണ്. കാരണം ട്രംപിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് എപ്പോ ഈ യുദ്ധം നിർത്തുമെന്ന് പറയാനും പറ്റില്ല. ചിലപ്പോൾ ഇപ്പൊ പുള്ളിക്ക് തോന്നുകയാണ് ശരി നമുക്ക് യുദ്ധം അവസാനിപ്പിച്ചേക്കാം. ഇപ്പൊ തന്നെ പുള്ളി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇറാന്റെ 90% മിസൈലുകൾ ഞങ്ങൾ തകർത്ത് കഴിഞ്ഞു, ആണവ സമ്പുഷ്ട യുറേനിയം തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ചൊന്നും അവശേഷിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഈ പുതിയ ആളെ ഭരണകൂടത്തെ പുതിയ ഭരണാധികാരി അംഗീകരിക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഇത് ഹോർമിസിന് വേണ്ടിയിട്ട്, ഈ ഹോർമിസ് ട്രംപിനെ സംബന്ധിച്ച് ഇറാനെ സംബന്ധിച്ചും ഒരു അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ അവിടെയുള്ള കപ്പലുകൾ, വിദേശ കപ്പലുകൾ അടക്കം കുടുങ്ങിക്കിടക്കുന്നു, വിദേശ കപ്പലുകൾക്ക് പോകാൻ കഴിയുന്നില്ല. അവിടെ ഒരു സുരക്ഷ ഒരുക്കാൻ ട്രംപിന് കഴിയുന്നില്ല എങ്കിൽ ട്രംപ് അവിടെ പൊളിഞ്ഞു തുടങ്ങും. ഇതിനകത്ത് ഇസ്രായേലിന് നഷ്ടമൊന്നുമില്ല, അവർക്ക് ലാഭം മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അത് പൊളിയാൻ തുടങ്ങും. ഈ പൊളിയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന ഒരേ ഒരു തുറുപ്പ് ചീട്ടും ഈ ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ കടലിടുക്കിൽ ഇങ്ങനെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുകയും ഇടയ്ക്കിടയ്ക്ക് ഡ്രോൺ വരികയും ചെയ്താൽ പല വിദേശ രാജ്യങ്ങളും അതുവഴിയുള്ള എണ്ണ കച്ചവടം പൂർണ്ണമായും നിർത്തേണ്ടി വരും. അങ്ങനെ എണ്ണ കച്ചവടം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സൗദിയും ഖത്തറും കുവൈറ്റും അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെ ആയിരിക്കും. അവിടെ നിന്ന് നേട്ടമുണ്ടാക്കുന്ന അമേരിക്കയായിരിക്കും. ഇത് അമേരിക്ക പെട്ടുപോയിരിക്കുന്ന വല്ലാത്തൊരു പ്രതിസന്ധിയിലാണെന്ന് പറയേണ്ടി വരും. അതായത് അവിടെയാണ് ഈ ട്രംപ് പറയുന്നത് ഞാൻ ഹോർമുസ് പിടിച്ചെടുക്കും, ഞാൻ നിയന്ത്രിക്കുമെന്നൊക്കെ. ഇപ്പോൾ യുദ്ധം ഹോർമുസിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഇത് അമേരിക്ക സംബന്ധിച്ച് ഇനി ഇവിടുത്തെ കളിയാണെങ്കിൽ നമ്മൾ ഉറ്റുനോക്കുന്നത് എന്താണ്, ഇറാനുമായിട്ട് ഒരു കോംപ്രമൈസിൽ പോകുമോ അതോ ഇത് പിടിച്ചെടുത്ത് നിയന്ത്രിക്കാൻ, അതായത് നമ്മുടെ വെനസ്വേലയൊക്കെ നിയന്ത്രിക്കുന്നത് പോലെ ഇത് പിടിച്ചെടുത്ത് നിയന്ത്രിക്കാൻ ഒരു ശ്രമം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇറാനിൽ ഒരു മാസ് അറ്റാക്ക് ഇനി നടത്താനുള്ള സാധ്യത കുറവാണ്. കാരണം ആ സ്കൂളിൽ 2 തവണ ആക്രമിച്ചു എന്നാണ് കേൾക്കുന്നത്. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 2 തവണ ആക്രമിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരുപാട് ഡാമേജ് അവർക്ക് അവരുടെ രാജ്യത്ത് തന്നെ അമേരിക്കയിൽ തന്നെ അത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ അമേരിക്കയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പ് വരെ എങ്ങനെ നിൽക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ട്രംപ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ബിസിനസ് വലിയ താല്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഓഹരികളുടെ കയറ്റി ഇറക്കങ്ങൾ അനുസരിച്ച് യുദ്ധം നീട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓഹരി വിപണി എല്ലാം ഡൗൺ ആയി കിടന്നാൽ ഒരു ബോംബ് പൊട്ടിക്കാം. ഓഹരി വിപണി മുമ്പോട്ട് കുതിച്ചു കഴിഞ്ഞാലും അതിനെ തടയിടാനും അത് ചെയ്യാം. ഇങ്ങനെ കളിച്ച് മുമ്പോട്ട് പോകുന്ന ഒന്നായി മാറി. ഇവിടെ എല്ലാ കരുക്കളും ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലേക്ക് എല്ലാവരും നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ റഷ്യയുടെ നിർണായകമാണ് പങ്ക്. കാരണം റഷ്യ ആഗ്രഹിക്കുന്ന ഈ യുദ്ധം നീണ്ടുപോകാൻ തന്നെയാണ്. കാരണം അവർക്ക് ഉള്ള സമയം കൊണ്ട് എണ്ണ കച്ചവടം ചെയ്യണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഉപരോധമൊക്കെ നീക്കാൻ പോവുകയാണെന്ന്, തൽക്കാലത്തേക്ക് ഉപരോധം നീക്കുകയാണെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് സേഫ് ആണോ എന്ന് വെച്ചാൽ നിലവിൽ സേഫാണ്. പെട്രോളും ഡീസലും ഒന്നും ഉടനൊന്നും വില കൂടാൻ സാധ്യതയില്ല. പക്ഷെ ഗ്യാസിന്റെ കാര്യം, കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നിടത്ത് പെട്ടെന്ന് അത് ഇല്ലാതായി. എണ്ണയുടെ പ്രശ്നത്തിൽ നമുക്കത് ഇല്ലായിരുന്നു. കാരണം എണ്ണ നമ്മൾ ഏതാണ്ട് 40ഓളം രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, നമുക്ക് ആ പ്രതിസന്ധി പെട്ടെന്ന് വന്നില്ല. പക്ഷെ ഗ്യാസ് അങ്ങനെയല്ല. നമ്മൾ ഏതാണ്ട് 50% മുകളിൽ ഏതാണ്ട് ഒരു 70% നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിനെ ആശ്രയിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വലിയ പെട്ടെന്നൊരു പ്രതിസന്ധിയിലേക്ക് പോയത്. നമ്മളിപ്പോ ഇത്രയും നമ്മൾ ചെറുതായിട്ട് വില കൂട്ടുന്നു. നെതർലൻഡ് UK ഒക്കെ 50% വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞു നിലവിൽ. ഇപ്പൊ നമ്മളിപ്പോ അവിടുത്തെ കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് നമ്മുടെ പ്രശ്നമാണല്ലോ വലുത്. അപ്പൊ എന്തായാലും വില കൂടാനുള്ള സാധ്യത കൂടുന്നു. എനിക്ക് തോന്നുന്നു 20-24 രൂപയെങ്കിലും കുറഞ്ഞ പക്ഷം കൂടാൻ സാധ്യതയുണ്ട്.